സർ, ഓപ്പറേഷൻ ഭൂട്ടാൻ നുംകോർ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഊഹാപോഹങ്ങളും എന്തിനേറെ പറയുന്നു സിനിമാ താരങ്ങളായതുകൊണ്ട് തന്നെ ഗോസിപ്പുകൾ ഉൾപ്പെടെ പരക്കുകയാണ് സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ. യഥാർത്ഥത്തിൽ ഈ ഭൂട്ടാൻ നുംകോറിൽ ഇപ്പോഴിതാ NIA കൂടി ഇടപെടുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. NIAയുടെ അന്വേഷണം നടക്കുന്നത് തീവ്രവാദ സംഘങ്ങളുടെ സഹായം ഇതിൽ ഏതെങ്കിലും വിധത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ഒരു രാജ്യത്ത് നിന്ന് ആ രാജ്യത്തിന്റെ ആർമി ഉപയോഗിച്ച വാഹനങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ട കേസാണ്. അപ്പോൾ NIA ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നുണ്ട്. വിനോദ് സാറിന്റെ ഒരു ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. NIA ഇടപെടുന്ന ഒരു സാഹചര്യം അതെന്തുകൊണ്ടാണ് എന്നത്. മറ്റൊരു കാര്യം, ഈ രീതിയിൽ അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന നടൻ ഉൾപ്പെടെയുള്ളവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ അമിത് ചക്കാലക്കലിന്റെ RC കാണിച്ചിരിക്കുന്ന RC ഓണർ എന്ന് പറയുന്നത് അസം സ്വദേശിയായ ഒരു മാഹിൻ അൻസാരിയാണ്. ഈ മാഹിൻ അൻസാരി എന്ന് പറയുന്ന വ്യക്തി ആരാണ്, എവിടെയാണ്, എന്താണ്, അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളത് പോലും കസ്റ്റംസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ കസ്റ്റംസ് ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ഒരു ചോദ്യം, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് ഉപയോഗിച്ചിരിക്കുന്ന സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മറിച്ചു വിൽക്കാനുള്ള യാതൊരു നിയമവുമില്ല. ആകെപ്പാടെയുള്ള ഒരു നിയമം എന്ന് പറയുന്നത് ഒരു വ്യക്തി മറ്റേതെങ്കിലും രാജ്യത്ത് അയാളുടേതായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാഹനം ഇന്ത്യയിൽ അയാൾക്ക് തന്നെ ഉപയോഗിക്കാനുള്ള ഒരു നിയമമുണ്ട്. അപ്പോൾ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ, അതുപോലെ ഇൻഫ്ലുവൻസർമാർ ഇത്തരത്തിൽ പിടിച്ചെടുത്തിരിക്കുന്ന ഇവരുടെയൊക്കെ വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഇവർക്കിനി തിരികെ കിട്ടുമോ? അതിൽ ഇനി എന്തെങ്കിലും വകുപ്പുണ്ടോ? പിഴയടച്ച് ഊരിപ്പോരാൻ പറ്റുന്ന ഒരു സംഗതിയാണോ ഈ ഭൂട്ടാൻ നുംകോറിൽ ഇപ്പോൾ നടക്കുന്നത്? ഈ നീതു, ഈ ഓപ്പറേഷൻ നുംകോർ എന്താണെന്ന് ഇപ്പോഴും നമുക്ക് ആർക്കും അറിയില്ല. സർക്കാർ പോലും അതിൻ്റെ ഉള്ളറകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഭൂട്ടാനിൽ നിന്നുള്ള ആഡംബര കാറുകളുടെ ഒരു അനധികൃത ഇറക്കുമതി നടന്നിട്ടുണ്ട്, നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട്, വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ട്, രേഖകൾ ചമയ്ക്കൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തൊക്കെ ഒരുപാട് ഇതിലും വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് നീതു നേരത്തെ പറഞ്ഞ പോലെ NIA ഇതിൻ്റെ പുറകിൽ ബാക്ക് സ്റ്റേജിൽ അന്വേഷിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒഫീഷ്യലായിട്ട് NIA അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ഈ NIA പലപ്പോഴും അന്വേഷിക്കാൻ ഒഫീഷ്യലായിട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവരത് കൃത്യമായിട്ട് അതിന് സ്കെച്ചിടും. അതുണ്ടാകാതിരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഒരു അന്വേഷണ രീതി തന്നെ അതാണ്. രാജ്യ താല്പര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഭീകരപ്രവർത്തനം അതിനകത്തുണ്ടോ എന്നറിയാം, ഭീകരപ്രവർത്തകർക്ക് ഫണ്ട് വരുന്നുണ്ടോ എന്നുള്ളത് അവരെ അന്വേഷിക്കാമെന്ന് പറയുന്നതിന് അതിന് പ്രത്യേകിച്ച് ആരും കംപ്ലൈന്റ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവരിങ്ങനത്തെ ഒരു എന്താ കാര്യം എന്ന് അറിയോ? ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് ഭൂട്ടാൻ. ഈ നമുക്ക് ഇന്ത്യക്കകത്ത് നിന്ന് റോഡ് മാർഗം പോകാൻ പറ്റുന്ന വളരെ അപൂർവം രാജ്യങ്ങളേ ഉള്ളൂ. അതിലൊരു രാജ്യമാണ് ഭൂട്ടാൻ. ഈ ഭൂട്ടാനിലേക്ക് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുക എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഫ്ലൈറ്റിൽ ഇപ്പോൾ നമ്മൾ സാധാരണ അതിൽ എന്താ ചെയ്യുക, നമ്മൾ ഷിപ്പിലോ ഫ്ലൈറ്റിലോ പോവാണെങ്കിൽ ഒരു പോർട്ടിൽ ഇറങ്ങി അവിടെ കസ്റ്റംസ് ഇമിഗ്രേഷനും ഉണ്ടാവും, ക്ലിയറൻസ് ഒക്കെ ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ ഒരു വാതിലിൽ കൂടെ കയറി മറ്റേ വാതിലിൽ മാറ്റുമ്പോഴത്തേക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിയും. ഇതെല്ലാം അവിടെയാണ് നടക്കുന്നത്. വണ്ടികൾക്ക് ചെക്കിംഗ് വലുതായിട്ടില്ല. അതായത് ആളുകളെ മുഴുവൻ ഇറക്കിയിട്ട് വണ്ടി സെപ്പറേറ്റ് ആയിട്ട് പോകാൻ അനുവദിക്കും. ഈ വണ്ടിക്കകത്ത് വലിയ ചെക്കിംഗ് ഒന്നും ഇല്ലെന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് വേണമെങ്കിലും കടത്താം. ഈ വണ്ടി അവിടുന്ന് കൊണ്ടുവരികയാണ്. അതായത് എനിക്ക് ഭൂട്ടാനിൽ നിന്നൊരു വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം അതിനെ എനിക്ക് ആവശ്യത്തിന് മോഡിഫിക്കേഷൻ വരുത്തി അതിനകത്ത് ഉള്ളറകൾ ഉണ്ടാക്കുവാനും, പ്രത്യേകിച്ച് ഈ ഭൂട്ടാൻ അതിർത്തിയിൽ ഭൂട്ടാൻ ഒന്നാമത് നമ്മുടെ ഒരു സൗഹൃദ രാഷ്ട്രമാണ്. നേപ്പാൾ പോലെ പോലുമല്ല. ഭൂട്ടാൻ കൂടുതൽ ഒരു സൗഹൃദ രാജ്യമായതുകൊണ്ട് ഭൂട്ടാനിലോട്ട് വളരെ ഫ്രീ, അതായത് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ധാരാളം പേർ, ഞാൻ ഇത് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്, ഇന്ത്യയിൽ നിന്ന് ധാരാളം പേർ അവിടെ പോയി ജോലി ചെയ്ത് രാവിലെ ഭൂട്ടാനിലേക്ക് ചെന്ന് ജോലി ചെയ്ത് വൈകുന്നേരം ഇന്ത്യയിലോട്ട് മടങ്ങുന്ന, ഭൂട്ടാൻ കുറച്ചും കൂടെ കാശ് റിച്ച സ്ഥലമാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ധാരാളം തൊഴിലാളികൾ അവിടെ പോയി അവർക്കൊരു ഒരു സെപ്പറേറ്റ് കൗണ്ടർ ഉണ്ട്. ഒരു കാർഡ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വഴി പാസ്സായി പോയി, ഇലക്ട്രോണിക് ആണ്. അപ്പൊ ഇങ്ങനെയാണ് നോക്കുന്നത്. അവർ വളരെ അപൂർവമായിട്ട് ചെക്ക് ചെയ്യും. ഞങ്ങളുടെ സമയത്ത് ഞങ്ങളെ ചെക്ക് ചെയ്തു. അതായത് അത് ഈ ഭൂട്ടാനിൽ ഈ സ്വർണം വളരെ വില കുറവ്. ഇവിടെ 75 ഉള്ളപ്പോൾ അവിടെ 55,000 രൂപയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതുപോലെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ചെക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ വന്നപ്പോൾ
ഇവിടെ നിന്ന് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ, അതാണ് ഒരു പക്ഷേ NIA അതിനകത്ത് അതിൻ്റെ കൂടെ സ്വർണം കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ, ഇതിനകത്തുള്ള ട്യൂബുകളൊക്കെ. ഞാനൊരു കാര്യം പറയാം, അവർക്ക് ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്. ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് പിന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഒരുപക്ഷെ ഇതുവരെ ആരും പറയാത്തൊരു സാധനം ഞാനിപ്പോൾ പറയാം. അവിടെ സ്വർണത്തിന് 55,000 രൂപയുള്ളൂ, ഇവിടെ സ്വർണത്തിന് 74,000 ഉണ്ടായിരുന്നു. ഇന്ത്യയിലോട്ട് സ്വർണം കടത്താൻ ദുബായിക്ക് പോലും ഇത്രയും സൗകര്യം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവന്മാര് ഈ വണ്ടികളുടെ ഭാഗങ്ങളൊക്കെ സ്വർണമാക്കി മാറ്റി പെയിന്റ് അടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ കിട്ടുന്ന വിലയ്ക്ക് അത് വിൽക്കുകയെന്നാണെങ്കിലോ. അപ്പൊ അതാണ് സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് വണ്ടികൾ പിന്നെ വലുതായിട്ട് ഞാൻ ചെക്കിംഗ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് NIA അന്വേഷിക്കുന്നത് യവന്മാർ എന്തിന് ഈ വണ്ടി പിന്നെ തിരിച്ചു കൊണ്ടുപോയിട്ട് കാര്യമില്ല, വേറെ വണ്ടി കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഈ സിനിമാ നടന്മാർക്കൊക്കെ എന്താണ് ഈ പഴയ പാട്ട വണ്ടികളോട് ഇത്ര വലിയ താല്പര്യം. അപ്പൊ എന്തോ എവിടെയോ ചീഞ്ഞ് നാറുന്നുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞത് നീത്തുവിന് എൻ്റെ ആ പിടി കിട്ടിയോ? ഈ ലംബോർഗിനിയും പ്യൂഷയും അതിഭീകരമായ വണ്ടികൾ റോൾസ് റോയ്സും ഒക്കെ ഉള്ളവന്മാര് എന്തിനാണ് പിന്നെ ഭൂട്ടാൻ ആർമി ഉപയോഗിച്ച് കണ്ടം ചെയ്ത വണ്ടികൾ വാങ്ങുന്നത്? അവരെന്തോ ഒരു പെശക് തോന്നുന്നില്ലേ അതിനകത്ത്? ഈ പാട്ട വണ്ടികൾ ഉപയോഗിച്ച് കണ്ടം ചെയ്തെന്നുള്ളതാണ്. ഇവർക്ക് അതിനകത്ത് എന്ത് കാര്യം? അപ്പോ ഇവർക്ക് ആർക്കൊക്കെയോ ആണെന്ന പേരിൽ അത് അവിടുന്ന് കൊണ്ടുവരുന്നു. ഹരിയാന പോലുള്ള സ്ഥലങ്ങളിൽ, അതാണ് ഞാൻ പറഞ്ഞ, വണ്ടി വളരെ ഈസി ആയിട്ട് ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ട് കടത്താം. അത് കഴിഞ്ഞിട്ട് പിന്നെ പല കൈമറിഞ്ഞ് അവസാനം സിനിമാ നടന്മാരും അതുപോലത്തെ അവിടുത്തെ വലിയ ആളുകൾ, വലിയന്മാരല്ല, ഞാൻ ആളുകളെന്നേ പറയുള്ളൂ. അതായത് ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇത്തരം വണ്ടികളിൽ പെയിന്റ് അടിച്ച് വെച്ചിട്ട് കേരള രജിസ്ട്രേഷൻ ആക്കി നടത്തി വയ്ക്കുന്ന മണ്ടന്മാർ, എന്തായാലും പറയാ, ഈ നമ്മളതിന് എന്തോ വാക്കാണ് ഉപയോഗിക്കണം തന്നെ ഇവിടെ, ഈ പൊങ്ങച്ചക്കാർ എന്ന് വേണം പറയാൻ. അവരാണ് ഈ വണ്ടികൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ വണ്ടി ഇപ്പൊ ആരുടെയിലോ ഇരിക്കുന്നോ അവർക്കാണ് ഉത്തരവാദി. ഇപ്പൊ ഞാൻ ഒരു വണ്ടി വിൽക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഉപയോഗിച്ച ഒരു വണ്ടി വിൽക്കുകയാണെങ്കിൽ, ഞാനിത് ആർക്കാണ് വിൽക്കുന്നതെന്ന് ഞാൻ 2 പ്രാവശ്യം ആലോചിച്ചിട്ടേ വിൽക്കുള്ളൂ. പണ്ട് ഞാനൊരു ബൈക്ക് ഇതുപോലെ വിട്ടിട്ട് അയാൾ, ഇത് ഞാൻ പറഞ്ഞ വളരെ, എൻ്റെ ആദ്യത്തെ ബൈക്ക് വിറ്റതിന് ശേഷം ഇയാൾ രജിസ്ട്രേഷൻ മാറ്റാതെ കൊണ്ടു നടന്നു. അവസാനം ജയറാം പടിക്കലിന്റെ വീട്ടിൽ, അതായത് അന്നത്തെ DGPയുടെ വീട്ടിൽ കയറി പെട്രോൾ മോട്ടിച്ചപ്പോൾ പിടിച്ചു. അപ്പൊ ഞാൻ പറയുന്നത് നമുക്കറിയാൻ പറ്റില്ല, അന്നൊന്നും ഇത് ഇത്ര വലിയ, ഞാൻ പറയുന്നത് 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ള, 30 അതിന് മുന്നേ ഉള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പോ ഇത് അവസാനം അത് കഴിഞ്ഞ് അപ്പൊ അവിടെ നാച്ചുറലി പോലീസ് അന്വേഷിച്ച് അവർക്ക് മനസ്സിലായി ഇത് ഞാൻ പണ്ടേ വിറ്റിരുന്ന സാധനമാണെന്ന് മനസ്സിലായി. ചീട്ട് കാണിച്ചു, അതിന്റെ സാധനം സെയിൽ ലെറ്റർ കാണിച്ചു. അപ്പൊ ഓക്കെ, അവർ വിട്ടു, അവനെ പിടിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് ഇതുപോലെ നമ്മളൊരാൾക്ക് വണ്ടി വിൽക്കുമ്പോഴും, നമ്മൾ പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുമ്പോഴും ഇത് എവിടെ കൂടെ വന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനകത്തുനിന്ന് ഇവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റൂല. ഇപ്പൊ വണ്ടി ആരുടെയിലാണോ അയാൾ പറയണേ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ നേരത്തെ ഇന്ന് വാർത്തകളിലൊക്കെ ഒരാൾ പറയുന്ന കേട്ടോ, അതൊരു പുതിയ, ഞാൻ കേട്ടിട്ടില്ലാത്തൊരു നടൻ പറയുന്നത് കേട്ടു. അയാൾ പറയുന്നത് എൻ്റെ വണ്ടി ഒന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ എൻ്റെ സുഹൃത്തുക്കളുടെ വണ്ടികളാണ്. അതിപ്പോ എല്ലാ വാഹന ഡീലർമാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവരാരും അവന്റെ പേരിലോട്ട് വണ്ടി ആക്കിയിട്ടല്ല പിന്നെ ആ വണ്ടി വിൽക്കുന്നത്. ഇത് ആരുടെ പേരിലാണോ വണ്ടി, ആ വണ്ടി അങ്ങനെ തന്നെയാണ് അവിടെ കൊണ്ടിട്ടിട്ട് അത് വിറ്റ് കഴിയുമ്പോൾ മറ്റേയാളുടെ പേരിലോട്ട് ആക്കി കൊടുക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്ത്രങ്ങളാണ്. അപ്പൊ അത് പോലീസ് ചോദിച്ചോളും, അല്ലെങ്കിൽ ED ചോദിച്ചോളും, അല്ലെങ്കിൽ കസ്റ്റംസ് ചോദിച്ചോളും. അപ്പം മറുപടി പറഞ്ഞാൽ മതി അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ. അപ്പൊ അതുകൊണ്ട് ഈ എൻ്റെ പേരിലല്ല വണ്ടി എന്നൊന്നും പറയുന്നത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴും ഈ നടുക്ക് നിൽക്കുന്നവൻ അതിന്റെ വണ്ടി അവന്റെ പേരിലാക്കൂല, അവൻ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കും. അതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പറഞ്ഞത്, വിശ്വാസന യോഗ്യമല്ല, എന്താ ഇയാൾ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന്. അപ്പോ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ പറ്റൂല. ഇനി നീത്ത് ചോദിച്ച വേറൊരു കാര്യമാണ് ഈ വണ്ടി തിരിച്ചു കിട്ടുമോ എന്നുള്ളത്. ഇപ്പൊ അവര് കസ്റ്റംസ് ഇത്രയും വണ്ടികൾ ഒരുമിച്ച് പിടിച്ചപ്പം ഏകദേശം 200ഓളം വണ്ടികൾ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു. അതിൽ 39 എണ്ണം പിടിച്ചെടുത്തു. ഈ വണ്ടികളെല്ലാം കൂടെ കസ്റ്റംസിന് സൂക്ഷിക്കാൻ പറ്റത്തില്ല. വില കൂടിയ വണ്ടികൾ വെയിലത്ത് കൊണ്ടിടുന്നത് ശരിയല്ല. അതുകൊണ്ട് കസ്റ്റംസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തന്നെ സൂക്ഷിക്കണം, പക്ഷെ റോഡിൽ ഇറക്കാൻ പാടില്ല. കേസ് എന്ന് തീരുമോ, നിങ്ങളുടെ പേരിലാണ് അനുകൂലമായിട്ടാണ് കേസ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വണ്ടി തരും, ഇല്ലെങ്കിൽ വണ്ടി അന്ന് പിടിച്ചെടുക്കും. ഇതാണ് കസ്റ്റംസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കേസ് തീരാൻ ഇനി ഏത് ജാംബവാന്റെ കാലത്ത്, ജാംബവാന്റെ അല്ലല്ലോ, ഏത് ഭാവിയിൽ അത് തീരുമെന്ന് കണ്ടു തന്നെ അറിയണം. മാത്രമല്ല ഇതിനകത്ത് എങ്ങനെ ഇത് വന്നു,
ഇതിനകത്ത് സ്വർണ്ണക്കള്ളക്കടത്തുണ്ടോ, പിന്നെ കോയമ്പത്തൂറുള്ള ഏതോ ഒരു സംവിധാനമാണെന്ന്. അപ്പം ഇത് എന്തോ ഒരു അപകടം മണക്കുന്നുണ്ട്. എന്തിനാണ് ഈ വണ്ടികൾ, ഈ പാട്ട വണ്ടികൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതിനെ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ വാങ്ങിയത്? ഈ കൈമറിഞ്ഞ് വന്നവൻ മണ്ടനാണോ ഇത് ഇങ്ങനെ ഒരു സാധനം മേടിക്കാൻ? അഞ്ചാമത്തെ ഓണർ ഏത്? ഈ സിനിമാ നടന്മാരൊക്കെ, ഇവിടുത്തെ വലിയ പുലികൾ, അഞ്ചാമത്തെയും ആറാമത്തെയും ഓണറായിട്ടൊരു സാധനം മേടിക്കുന്നു. എന്താണ് അതിന്റെ പുറകിൽ? മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടോ? പിന്നെ ED അന്വേഷിക്കുന്ന മറ്റൊരു കാര്യമാണ്. അതായത് ഇപ്പൊ ഇവിടുന്ന് ഒരു സാധനം പിന്നെ ഭൂട്ടാനിൽ നിന്ന് മേടിക്കണമെങ്കിൽ നമ്മൾ ഭൂട്ടാനിലോട്ട് കാശ് കൊണ്ടുപോകണമല്ലോ. ഈ ഇന്ത്യൻ കറൻസി വിദേശത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ ചെറിയ, അവിടെ വേറൊരു ഗുണമുണ്ട്, ഇന്ത്യൻ റുപ്പി എടുക്കും പല സ്ഥലത്തും. അപ്പോ അവിടെ കൊണ്ടുപോയത് കള്ളപ്പണമാണോ കൊണ്ടുപോയിരിക്കുന്നത്? അപ്പൊ അത് ഇന്ത്യയിൽ ചെലവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഭൂട്ടാനിൽ കൊണ്ട് ചെലവാക്കിയതാണോ, അതോ വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഇതിനകത്ത്? അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഏജൻസികൾ ഞാൻ നോക്കിയിട്ട്, പിന്നെ GST വകുപ്പ്, അങ്ങനെ അവരൊക്കെ രജിസ്ട്രേഷൻ വകുപ്പ്, നമ്മുടെ മോട്ടോർ വെഹിക്കിൾ വകുപ്പ്, ഇവരെല്ലാവരും ഇതിനകത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. പിന്നെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ് പ്രിവെന്റീവ് വിങ് ഉണ്ട്, സെൻട്രൽ GSTയുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, MORTH എന്ന് പറയുന്ന മോട്ടോർ വെഹിക്കിൾ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ പുറകിൽ ഇവരൊക്കെ ആക്റ്റീവായിട്ട് രംഗത്തുണ്ട്, ഓപ്പണായിട്ട് രംഗത്തുണ്ട്. അതിന്റെ കൂട്ടത്തിൽ NIAയും ഇതിന്റെ പുറകിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് പൊതുവെ കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും ഇത് സർക്കാരിന് വലിയ ഒരു നികുതി ഭാരം ഉണ്ടാക്കുന്ന, നികുതി വെട്ടിപ്പ് നടത്തിയ ഒരു സംഭവമാണ്. ഇതിന്റെ പണം എന്തിനു വേണ്ടി പുറത്തു കൊണ്ടുപോയി, ആര് കൊണ്ടുപോയി, എന്താണ് അതിന്റെ, ഇതിനെ എത്ര ഈസി ആയിട്ട് എങ്ങനെ അവർക്ക് ഈ രാജ്യത്തോട്ട് ഈ വാഹനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു, അതിനാരൊക്കെ കൂട്ടു നിന്നിട്ടുണ്ട്, ആ കൊണ്ടുവന്നതിന്റെ കൂട്ടത്തിൽ വല്ല സ്വർണമോ ആയുധങ്ങളോ വല്ലതും കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതെവിടെ, എന്ത് പരിശോധന? അപ്പൊ ഇതൊക്കെ വഴിയടച്ച രാജ്യസുരക്ഷയുടെ ഒരു സംഭവമായതുകൊണ്ട് പഴുതടച്ച അന്വേഷണം നടക്കാൻ തന്നെയാണ് അതിന്റെ സാധ്യത. ഇതിനകത്ത് പൊതുസുരക്ഷയുടെ പ്രശ്നമുണ്ട്, ദേശീയ സുരക്ഷയുടെ പ്രശ്നമുണ്ട്, പിന്നെ ബോർഡറുകളിൽ കാര്യങ്ങൾ ഭംഗിയായിട്ടല്ല നടക്കുന്നതെന്നുള്ളതിന്റെ ഒരു സൂചനയുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്വേഷണം ഉറപ്പായിട്ടും വരും. NIA അന്വേഷിക്കണമെങ്കിൽ NIA അന്വേഷിക്കും, വേറെ ഏതെങ്കിലും ഏജൻസികൾ അന്വേഷിക്കും. എന്തായാലും ഇതിൽ നിന്ന് ഊരിപ്പോവാൻ അത്ര എളുപ്പമായിരിക്കില്ല. എന്റേതല്ല, ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല, പറഞ്ഞില്ല എന്നൊന്നും പറഞ്ഞ്, ഇതൊരു മറ്റുള്ള സാധാരണക്കാർക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇവരിപ്പോ കടന്ന് വലിക്കുന്ന ചക്രശ്വാസം, ഈ ചക്രശ്വാസം നിങ്ങൾ കാണണം. അതായത് ഒരുത്തൻ്റെ ഒരു സാധനം വാങ്ങുമ്പോൾ അത് മോഷണം മുതലാണോ, അടിച്ചോണ്ട് വന്നതാണോ, അതോ ഇതിനകത്ത് എന്തെങ്കിലും തട്ടിപ്പറിച്ചോണ്ട് വന്നതാണോ, തട്ടിപ്പാണോ എന്നൊന്നും അറിയാതെ ഒരു സാധനം കുറച്ച് കാശിന് കിട്ടുമെന്ന് പറഞ്ഞ് മേടിച്ച് കൈ വയ്ക്കരുത്, പണി കിട്ടും. ഇതൊരു വലിയ പാഠമാണ് സാധാരണ. നമ്മുടെ ഇപ്പൊ ഈ ഇങ്ങനത്തെ ഒരു വണ്ടി നാട്ടുകാരെ കാണിക്കാൻ ഒരു വണ്ടി വേണമല്ലോ, ആ വണ്ടി വില കുറച്ച് കിട്ടുമെന്ന് കണ്ടപ്പോഴത്തേക്ക്, ഇനി തമാശയും കൂടെ ഉണ്ട്, അവിടെ 1 ലക്ഷം മേടിച്ചതാണ് ഇവിടെ 10 ലക്ഷത്തിന് വിൽക്കുന്നത്, അവിടെ 3 ലക്ഷം കൊടുത്തതാണ് ഇവിടെ 30 ലക്ഷത്തിന് കൊടുക്കുന്നത്. അപ്പൊ ഈ ആളുകൾ എന്തോരം മണ്ടന്മാരാണെന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ സർക്കാരിന് ഇതിന് നേരത്തെ നീതു പറഞ്ഞ പോലെ ഉപയോഗിച്ച വണ്ടി, ഞാൻ ഉപയോഗിച്ച വണ്ടിയാണ് വിദേശത്തേക്ക് എനിക്ക് കൊണ്ടുവരാം, അല്ലാതെ അത് വേറൊരാൾക്ക് വിറ്റിട്ട് അവിടെ നിന്ന് കൊണ്ടുവരാൻ വകുപ്പില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഇതിന്റെ ഈ ഓപ്പറേഷൻ നുംഖോർ എത്ര ആഴത്തിലാണ് വേരോടിയിരിക്കുന്നത് കണ്ടുപിടിക്കാനുള്ളതാണെന്നുള്ളത് നമുക്ക് വഴിയെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരുപാട് പേര് പെട്ടു, വലിയ വലിയ പുലികൾ പെട്ടു. അവരുത്തരം പറയട്ടെ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിങ്ങനെ നിസ്സംഗതയോടെ കണ്ടു നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. നീതു, എന്തായാലും ഓപ്പറേഷൻ നുംഖോർ വലിയ വലിയ ദുരൂഹമാണ്, അത്രയേറെ ദുരൂഹമാണ് അതിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ വിനോദ് സാർ ഉന്നയിച്ചതുപോലെയുള്ള ചില ചോദ്യങ്ങളാണ് ബാക്കിയാവുന്നത്. ഇത്രയും വലിയ സ്റ്റാർഡമുള്ള സെലിബ്രിറ്റികൾക്ക് എന്തിനാണ് സിംഗിൾ ഓണർഷിപ്പ് അല്ലാതെ 6 പേരോ 5 പേരോ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു വാഹനം, അതും അവിടെ ഭൂട്ടാൻ ആർമി ഉപയോഗിച്ച ശേഷം ലേലം ചെയ്യുന്ന വാഹനങ്ങളാണ്, അത് എന്തിന് എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. ഒപ്പം കോയമ്പത്തൂർ മാഫിയ, അതുപോലെ അസം സ്വദേശിയായ ഒരു വ്യക്തി ഈ രീതിയിൽ അമിത് ചക്കാലക്കലിനെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി ഇടപെടുന്നു, സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നു, 5 6 പേര് ഉപയോഗിച്ചതിനു ശേഷം ഇവരുടെ ഗാരേജിൽ എത്തിയതാണ് ഈ വാഹനങ്ങൾ. അങ്ങനെ ഓപ്പറേഷൻ നുംഖോർ വളരെ ദുരൂഹമാണ് എന്ന് വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.